ഗൈസ് എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് നല്ല തനി നാടൻ മാങ്ങയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ കൊണ്ട് ഒരു അടിപൊളി അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൺകലമാണ് എടുത്തിരിക്കുന്നത്. ആ മൺകലത്തിൽ മാങ്ങ അരിഞ്ഞ് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൈയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് കായം ഇട്ടതിന് ശേഷം കുറച്ച് നേരം നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിന് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചു. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഒന്ന് ഇളക്കി ചേർക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിൽ വറ്റൽമുളക് ഇട്ടു, കുറച്ച് കടുകും ഒരല്പം ഉലുവയും കൂടി നമ്മളിതിലിട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത് വരെ കുറച്ച് ഒരല്പം നേരം നമ്മൾ ആ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റൗവിൽ തീയിട്ട് വെച്ചിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഓഫാക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി അതിൽ ഒരു അരമണിക്കൂർ ശേഷം നമ്മൾ ആ മൺകലത്തിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ അതിനാവശ്യത്തിന് നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് മൺകലത്തിലോട്ട് ഇത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങയ്ക്ക് ഫംഗസോ പൂപ്പലോ ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടി ഒരു 2 ദിവസം നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിനെ ഓപ്പൺ ആക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ തുറക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു മണമായിരിക്കും ആദ്യം വരാൻ പോകുന്നത്. അതാ കണ്ടോ, അടിപൊളി മണമാണ് ഗൈസ് വരുന്നത്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു എല്ലാം കൂടി ചേർന്നൊരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വായിൽ കപ്പലോടുന്ന വിധത്തിലുള്ളൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മുടെ മാങ്ങ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. സൂപ്പറാണ്, ആഹാ. അപ്പോൾ ഇതിന് നല്ല സൂപ്പർ പുളിപ്പാണ് കേട്ടോ. പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി ചേർന്ന ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല സ്റ്റൈലൻ രുചിയാണ്.